സ്ത്രീ എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്ററാണ്, ഹോർമോണൽ റോളർ കോസ്റ്ററാണ്. അവർ പലരും സെക്ഷൽ ലൈഫിൽ നിന്ന് തന്നെ ഇൻറ്റിമസി നന്നായിട്ട് കുറയുന്നുണ്ട്, കപ്പിൾസിൻ്റെ ഇടയിൽ ഇൻറ്റിമസി കുറയുന്ന ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ആക്ച്വലി വജൈനൽ വാഷ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെ ഈ വെള്ളപ്പോക്ക് വരുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നത് വൃത്തിയില്ലാത്ത എൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊരു തോന്നലാണ് അവരിൽ ശരിക്കും ഉണ്ടാക്കുന്നത്. അതൊരു മാനസികമായിട്ടുള്ളൊരു ട്രോമയിലേക്കാണ് അവർ സംടൈംസ് അത് ലീഡ് ചെയ്യിക്കുന്നത്. അത് സൂയിസൈഡ് തോട്ട്സിലേക്കൊക്കെ വരെ സൈക്കോളജിക്കലി അത് അവർ കൊണ്ടെത്തിക്കാറുണ്ട്. ഇന്ന് സ്ത്രീകളിൽ പൊതുവായിട്ട് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൽ കംപ്ലയിൻസ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. നമുക്കറിയാം, സ്ത്രീ എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്ററാണ്, ഹോർമോണൽ റോളർ കോസ്റ്ററാണ്. കൗമാരത്തിലാണെങ്കിലും അതുപോലെ തന്നെ യൗവനത്തിൽ, അതുപോലെ പീരിയഡ് സമയത്ത്, ആർത്തവവിരാമ സമയത്തൊക്കെ ഓരോ തരത്തിലുള്ള ഹോർമോണുകളാണ് വരുന്നത്. അതായത് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വരാം. അപ്പോൾ അതിൽ മെയിനായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്കറിയാം PCOD എന്ന് പറയുന്നത്. ഇപ്പോൾ പല അമ്മമാരും ചോദിക്കാറുണ്ട്, ഡോക്ടർ PCOD ഇപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ വരുമോ? കഴിഞ്ഞ ദിവസം OP ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു അമ്മ, ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടറെ പീരിയഡ്സ് തുടങ്ങിയിട്ട് ഒരു 2 വർഷമൊക്കെ ആയി, പക്ഷേ പീരിയഡ്സ് ഇപ്പോഴും കറക്റ്റല്ല. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫസ്റ്റ് തുടക്കത്തിൽ ഇങ്ങനെ വരാം, 1-2 വർഷം ഇങ്ങനെ മാറ്റങ്ങൾ വരാം, പിന്നീട് അങ്ങനെ ക്ലിയർ ആയിക്കോളൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, എന്നിട്ടും പീരിയഡ്സ് 2-3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. പിന്നെ ഇവിടെ തടി വണ്ണം വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അപ്പോൾ ലക്ഷണങ്ങളൊക്കെ നോക്കിയപ്പോൾ PCOD സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കണ്ടത്. അപ്പോൾ വയറിൻ്റെ സ്കാനിങ് എടുത്തപ്പോഴാണ് അവർക്ക് PCOD ഉള്ളതായിട്ട് കണ്ടത്. അപ്പോൾ PCOD പലപ്പോഴും പല ആളുകളും വിചാരിക്കുക സ്ത്രീകളിൽ, മുതിർന്ന ആളുകളിലാണിത് കൂടുതലും വരിക എന്നുള്ളത്. ഒരു ഏജ് ഗ്രൂപ്പ് ക്രോസ് ചെയ്തതിന് ശേഷം അതെ മാത്രമേ വരുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ കുട്ടികളിൽ വരെ, ചെറിയ മക്കളിൽ, അതായത് 11 വയസ്സ് മുതലുള്ള കുട്ടികളിൽ വരെ ഇന്ന് PCOD കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതെ, ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വീട്ടിലാർക്കെങ്കിലും PCOD പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും കുട്ടികളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ നമുക്കറിയാം അണ്ഡാശയത്തിൽ വരുന്ന കുമിളകളാണ്. അപ്പോൾ ഇങ്ങനെ അണ്ഡാശയത്തിൽ കുമിളകൾ വരുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് വരാം. ആൻഡ്രോജൻ, അതായത് പുരുഷ ഹോർമോണുകൾ കൂടുതലാവാണ് PCOD കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ രോമ വളർച്ചയൊക്കെ വരുന്നത്. പുരുഷന്മാരെ പോലെ ചിന്നിൽ, അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ രോമ വളർച്ച വരാം. അതുപോലെ തന്നെ മീശ വളരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൂഡ് സ്വിങ്ങിങ്സ് ഒക്കെ കൂടുതലായിരിക്കും ഈ PCOD ഉള്ള ആളുകളിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആർത്തവ പ്രശ്നങ്ങളാണ്. ചില പേഷ്യൻസൊക്കെ വന്ന് പറയാറുണ്ട്, ഡോക്ടർ മെഡിസിൻ എടുത്താൽ മാത്രമേ ആർത്തവം വരുള്ളൂ, 1-2 മാസമായ ആർത്തവം വന്നിട്ട് പീരിയഡ്സ് തീരെ ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സ്കാൻ എടുക്കുമ്പോഴാണ് അവർക്ക് PCOD ഉള്ളതായിട്ട് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് മുഖത്ത് പിമ്പിൾസ് വരാം, അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്, അമിതമായിട്ടുള്ള വണ്ണം വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് PCODയിൽ നമ്മൾ ഈ മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് പറഞ്ഞ പോലെ തന്നെയാണ് സ്ത്രീകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അമിതവണ്ണം, അല്ലാന്നുണ്ടെങ്കിൽ അക്കാന്തോസിസ്, നമ്മുടെ കഴുത്തിൻ്റെ പിറകിലുള്ള കറുപ്പ് നിറത്തെക്കുറിച്ചിട്ട്. ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് ആക്നേസ് വരാറുണ്ട്, പിമ്പിൾസ് നിറയെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു എന്നുള്ള പേടി കൊണ്ട് തന്നെ അവർ പലരും സെക്ഷൽ ലൈഫിൽ നിന്ന് തന്നെ ഇൻറ്റിമസി നന്നായിട്ട് കുറയുന്നുണ്ട്, കപ്പിൾസിൻ്റെ ഇടയിൽ ഇൻറ്റിമസി കുറയുന്ന ഒരു കാരണമായിട്ടുണ്ട്. പബ്ലിക് അപ്പിയറൻസ് വരുന്ന സമയത്ത് പോലും അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, ഒരു ആങ്ഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് സ്ത്രീകളുടെ ലൈഫിനെ ശരിക്കും ഒരു ലൈംഗിക ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതെൻ്റെ ഭർത്താവ് ഏത് രീതിയിൽ ചിന്തിക്കുന്നു, എൻ്റെ ആകൃതിയെക്കുറിച്ച്, എൻ്റെ ബോഡി ഷേപ്പിനെ കുറിച്ചെല്ലാം ഏത് രീതിയിൽ അത് അവർ കണക്കിലെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് തന്നെ വളരെയധികം ആങ്ഷ്യസ് ഉള്ള ലേഡീസാണ്. ഇപ്പോൾ PCODയിൽ ഇപ്പോൾ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ മൂഡ് സ്വിങ്ങിങ്സ് നന്നായിട്ട് വരാം, ദേഷ്യം, അതുപോലെ തന്നെ സങ്കടം വരിക, ഡിപ്രഷൻ പോലെ, ആൻസൈറ്റി പോലെയുള്ള ഇഷ്യൂസൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള ആളുകളിലും ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് വരാം സ്ത്രീകളിൽ. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകളൊന്നും പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല. അവരേത് നോർമൽ ഇതായിട്ടാണ് കണ്ടുവരുന്നത്, നോർമലാണ്, എല്ലാവരിലും ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ മാത്രമല്ല ഈ പീരീഡ്സിൻ്റെ ടൈമിൽ
ഉണ്ടാകുന്ന പെയിൻ പോലും അതൊരു കോമൺ ആണ്, എനിക്കിത് സഹിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആളുകളാണ് കൂടുതലും. പലപ്പോഴും ഇങ്ങനത്തെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡുമാരായിരിക്കും നിർബന്ധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്. ക്ലിനിക്കിൽ വരുമ്പോൾ പോലും ലേഡീസിന്റെ സിംറ്റം കൂടുതലും ചിലപ്പോൾ പറയുന്നത് ഭർത്താക്കന്മാരായിരിക്കും. പലപ്പോഴും പുറത്ത് പറയാനുള്ളൊരു മടിയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ വീട്ടുജോലി, അവരുടെ കുടുംബം, കുട്ടികൾ, ആ ഒരു തിരക്കിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ എല്ലാം നോർമലായിട്ട് ഉള്ളതാണെന്ന് വിചാരിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല പലപ്പോഴും. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിന്റെ ഇടയിലും അങ്ങനെ തന്നെയാണ്. അവരത് ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെ സ്വന്തം ആരോഗ്യം മറന്നുകൊണ്ട് കുട്ടികൾ, ജോലി, വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി അവർ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യം മറന്നുകൊണ്ടാണ്. അതെ അതെ, സമയം കിട്ടുന്നില്ല, സെൽഫായിട്ട് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോ ഒരുപാട് സ്ത്രീകൾ സെൽഫ് കെയർ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നത് അതെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അമ്മമാരാണെങ്കിലും അവർക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ബോഡിനെ കുറിച്ചൊക്കെ എല്ലാവരും കോൺഷ്യസ് ആണ്. അതെ അതെ, ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എക്സസൈസുകൾ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻസ് വന്നിട്ട് അങ്ങനെ ഒരു അസോസിയേഷൻ പോലെ നമുക്കറിയാം. നമ്മുടെ അടുത്തുകൂടെ ഉള്ള സ്ത്രീകളൊക്കെ, അമ്മമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് കാര്യങ്ങളും അവർക്കൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. അതെ അതെ, അതിലൂടെ സൗഹൃദം മാത്രമല്ല അവരുടെ ഒരു മെന്റൽ ഹാപ്പിനെസ്സും സൈക്കോളജിക്കലായിട്ടുള്ള കുറെ ഇഷ്യൂസ് അതിൽ ശരിക്കും അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതുപോലെ PCOD പ്രശ്നങ്ങൾ, തൈറോയിഡ് പോലെയുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, നമുക്കറിയാം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയും ഇവരുടെ ഒരു വ്യായാമം അതുപോലെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് പേര് എന്നാൽ തീരെ എടുക്കാതെ ശ്രദ്ധിക്കാതെയുള്ള ആളുകളുണ്ട്. അതെ അതെ, എടുക്കാത്ത ആളുകളുണ്ട്. പക്ഷെ അതും ഈ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് തന്നെ അവര് കുറച്ചും കൂടെ ഫുഡിന്റെ കാര്യത്തിലും കുറെയൊക്കെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇവരുടെ ഒരു കോമൺ കമ്മ്യൂണിക്കേഷനിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വരണം എന്നാഗ്രഹിക്കുന്ന വീട്ടമ്മമാരും ഇന്ന് ധാരാളം കാണാനുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ PCODയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ലക്ഷണങ്ങൾ സെയിം ആയിട്ട് കാണുന്ന മറ്റൊരു അസുഖമാണ് നമുക്കറിയാം, ഹൈപ്പോതൈറോയിഡിസം. തൈറോയിഡ് രോഗം ഇന്ന് ഒരുപാട് പേരിൽ ഇപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിട്ടുണ്ട് തൈറോയിഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് നമുക്കറിയാം 2 തരത്തിലാണ്, ഹൈപ്പോതൈറോയിഡും ഉണ്ട്, അതുപോലെ ഹൈപ്പർ തൈറോയിഡായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോതൈറോയിഡാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതും. അത് ഈ ഹൈപ്പോതൈറോയിഡ് കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഹൈപ്പോതൈറോയിഡ്സ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആക്ഷൻ കുറയുന്ന, അതായത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയുന്ന ഒരു കണ്ടീഷനാണ്. തൈറോയ്ഡ് ഹോർമോണുകൾ കുറയാണ്, എന്നാൽ TSH ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാം. കാരണം തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലും പല പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് അമിതമായിട്ടുള്ള വണ്ണം. ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾ അവർ എത്ര ഫുഡ്, പല പേഷ്യൻസും പറയാറുണ്ട്, ഡോക്ടർ എത്ര ഫുഡ് കൺട്രോൾ ആക്കിയിട്ട് എത്ര എക്സസൈസ് ചെയ്തിട്ടോ നോർമൽ ആവുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല, ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡ് കണ്ടീഷനിലും അതുപോലെ PCOD കണ്ടീഷനിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. എത്ര ഫുഡ് കൺട്രോൾ ആക്കിയാലും ചിലപ്പോൾ കുറയാതെ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഈ ഹോർമോൺ ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ നമുക്ക് ആ ഹോർമോൺ ക്ലിയർ ആക്കാനുള്ള ചികിത്സ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് PCOD ആണെങ്കിലും ഈ ഹൈപ്പോതൈറോയിഡ്സും തൈറോയ്ഡ് രോഗങ്ങളൊക്കെ നമുക്ക് ഫുഡിലൂടെയും അതുപോലെ ഡയറ്റ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ കൂടെ ചികിത്സയും കൂടെ എടുക്കണം എന്ന് പറയുന്നത്. കാരണം ആ ഹോർമോണുകൾ നോർമലായി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് PCODയിൽ പറഞ്ഞ പോലെ ആർത്തവ പ്രശ്നങ്ങൾ ഹൈപ്പോതൈറോയിഡ്സത്തിൽ കാണുന്നുണ്ട്. അതായത് പീരിയഡ്സ് വരാത്ത ബുദ്ധിമുട്ട്, 2-3 മാസം കൂടുമ്പോഴായിരിക്കും ആർത്തവം വരുന്നത്. ആർത്തവം വരുമ്പോൾ ബ്ലഡ് നല്ല കുറവായിരിക്കും. അതുപോലെ തന്നെ പീരിയഡ് സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ ഓവർ ബ്ലീഡിങ് വരുന്ന കണ്ടീഷനുണ്ട്. അത് കൂടുതലും ഹൈപ്പർ തൈറോയിഡിലാണ് വരാറുള്ളത്. പിന്നെ അതുപോലെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട്. കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളറ് വരും. അതുപോലെ തന്നെ രോമവളർച്ചയും ഇപ്പോൾ PCODയിൽ പറഞ്ഞ പോലത്തെയുള്ള രോമവളർച്ചയും ഈ ഹൈപ്പോതൈറോയിഡ് കണ്ടീഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ സെയിം ആയതുകൊണ്ട് തന്നെ ഇത് തൈറോയിഡ് രോഗമാണോ PCOD ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ PCOD ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറയാറുണ്ട്. പക്ഷേ പല ആളുകളും PCOD ഉണ്ടെങ്കിൽ പിന്നെ തൈറോയിഡ് നോക്കാറില്ല. പക്ഷേ രണ്ടും ഒരുമിച്ചും വരാം. PCODയും തൈറോയിഡും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ രണ്ടും നോക്കണം. TFT അതായത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം. അതുപോലെ തന്നെ അബ്ഡോമിനൽ സ്കാൻ എടുത്താൽ നമുക്ക് PCOD ഉണ്ടോ എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കേസ് നമുക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ തൈറോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കും. അതായത് ഇപ്പോൾ ഫുഡിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ കൂടുതലും PCOD ഉള്ള
ആളുകൾ നമ്മൾ ഷുഗർ ഒഴിവാക്കാനാണ് പറയാറുള്ളത്. അതായത് ഒരുപാട് മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ സോഡ പോലെയുള്ള മധുരപാനീയങ്ങൾ, അതുപോലെ തന്നെ കേക്ക്, പേസ്ട്രി പോലെയുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡുകൾ, അതുപോലെ അരിഭക്ഷണം തന്നെ കുറക്കാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വണ്ണം മാറ്റം വരുത്താൻ പറ്റാറുണ്ട്. അമിതവണ്ണമുള്ള ആളുകളിൽ അതിൻ്റെ കൂടെ ചികിത്സയും കൂടെ ആകുമ്പോൾ പീരിയഡ്സ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരും, അത് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഹോർമോൺ ഗുളികകളൊന്നും അല്ല കൊടുക്കുന്നത്. നോർമൽ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് എല്ലാ മാസവും പീരിയഡ്സ് ആവാറുമുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ PCODക്ക് പറയൽ 3 to 6 months മെഡിസിൻ എടുക്കാനാണ് പറയൽ. അതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് നോർമൽ രീതിയിൽ എത്താറുണ്ട്. അതുപോലെ തന്നെയാണ് തൈറോയിഡ് രോഗത്തിനും. തൈറോയിഡ് ഉള്ള ആളുകൾ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ അമിതവണ്ണം ശരിക്കും അത് സ്ത്രീകളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത്, മറ്റൊരാളെ ഫേസ് ചെയ്യുന്നത്, അതൊക്കെ അവരെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതിനൊക്കെ ഒരുപാട് കാരണമാവാറുണ്ട്. അതുമാത്രമല്ല, ഭർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് നല്ലൊരു വസ്ത്രം അണിഞ്ഞ് നിൽക്കുന്നതിലും ഒക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ വല്ലാതെ അതൊരു അപകർഷതാബോധത്തിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പിൾസിൻ്റെ ഇടയിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്നത് ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുണ്ട്. ഈവൻ മുടി കൊഴിച്ചിലാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഇതെല്ലാം അവനവൻ്റെ ബ്യൂട്ടിയെ ബാധിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ശരീരപ്രകൃതിനെ അത് വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സെക്ഷൽ ലൈഫിനെ നന്നായിട്ട് അത് അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവുണ്ടാവാറുണ്ട്. ഇപ്പം ഇനി വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ലൂബ്രിക്കേഷൻ്റെ അളവ് അവിടെ കുറയാണ് അല്ലേ. അപ്പോൾ ലൂബ്രിക്കേഷൻ കുറയുന്ന സമയത്ത് അവർക്ക് സെക്ഷലി ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ അത് വല്ലാതെ അവരെ അതിന്ന് വേണ്ടാന്നൊരു തോന്നല്, അല്ലാന്നുണ്ടെങ്കിൽ സെക്സ് വേണ്ടാന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് പേടിക്കുന്നവരുണ്ട്. ഇനിയൊരു ബന്ധം വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിർബന്ധിക്കുന്ന സമയത്ത് പോലും അത് ചെയ്യാൻ താല്പര്യമില്ലാതെ അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അത് കൂടുതൽ പിന്നെ ഭർത്താക്കന്മാരിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പറയുമ്പോഴും പിന്നെ കേസ് എടുക്കുമ്പോഴാവും കാര്യങ്ങൾ അറിയുന്നുണ്ടാവും ഇത് ഭാര്യയിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത്. ഇപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള, അതായത് മാരേജ് കഴിയാത്ത സ്ത്രീകളും പലപ്പോഴും ഇപ്പോൾ PCOD ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ കൂടുതൽ കോൺഷ്യസ് ആവാറുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അവർ നമ്മുടെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കും എന്നുള്ളത് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. അത് പീരിയഡ്സിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ അമിത വണ്ണൊക്കെ ഉണ്ടാവും, അവർ കൂടുതൽ കോൺഷ്യസ് ആവും. അതുപോലെ തന്നെ അത് ഇൻഫെർട്ടിലിറ്റി പോലെ വന്ധ്യതയിലേക്കൊക്കെ നയിക്കും എന്നുള്ളത് ചോദിക്കാറുണ്ട്. സെക്സിലുള്ള താല്പര്യക്കുറവ് കൊണ്ട് തന്നെ ചില ആളുകൾ ഒട്ടും ചിലപ്പോൾ പെനിട്രേഷൻ തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളിലായിരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ സെക്സ് നടന്നിട്ടുണ്ടാവില്ല, പക്ഷേ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. അതെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നവരുടെ ഹോർമോണൽ ഇംബാലൻസോ അല്ലാതെ മെൻസ്ട്രൽ ഹിസ്റ്ററിയോ ഒക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം നോർമലായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പിന്നീടായിരിക്കും നമ്മൾ ഈ ഒരു കോൺടാക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. ആക്ച്വലി അവിടെ ഒരു കൗൺസിലിങ്ങിൻ്റെ അത്യാവശ്യമേ ഉണ്ടായിരിക്കുള്ളൂ. അതൊരു താല്പര്യക്കുറവ് കൊണ്ടൊക്കെ വരുന്നതാവാം. അത് നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നോർമലാവും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളപ്പോക്ക്, അതായത് ലൂക്കോറിയ എന്ന് പറയുന്നത്, വൈറ്റ് ഡിസ്ചാർജ് വരിക. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് കോമൺ ആയിട്ട് കുറേ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. സാധാരണ നോർമലി പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 1 വീക്ക് വൈറ്റ് ഡിസ്ചാർജ് വരാം, അത് നോർമൽ കണ്ടീഷനാണ്. അതേപോലെ തന്നെ പീരിയഡ്സ് ആവുമ്പോഴേക്കും ഒരു 5-6 ദിവസം മുന്നേ തന്നെ ചെറിയൊരു വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അത് നോർമലായിട്ട് കാണുന്നതാണ്. പല പേഷ്യൻസ് ഒപ്പിയിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറയാറുണ്ട്, പീരിയഡ്സ് കഴിഞ്ഞാൽ ഓവറായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ആണെന്ന്. പക്ഷെ അത് ശരിക്കും ഇത് നോർമലായിട്ട് കണ്ടുവരുന്നതാണ്. എന്നാൽ ഇത് കൂടുതൽ അളവിൽ വരിക, അതായത് പീരിയഡ്സ് അല്ലാത്ത സമയത്തൊക്കെ ഡിസ്ചാർജ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അത് യെല്ലോയിഷ് മഞ്ഞ കളറിലായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു അണുബാധ വന്നു എന്നാണ് അതിനർത്ഥം. അപ്പം അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കമുള്ള സമയത്ത് നല്ല ചൊറിച്ചിൽ വരാം, വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സമയത്ത് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്, വജൈനൽ ഏരിയയിൽ ചൊറിച്ചിൽ വരാം. അതുപോലെ തന്നെ അവർക്ക് അടിവയറിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം. ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ, ഇങ്ങനെ വെള്ളപ്പോക്ക് അതുപോലെ തന്നെ ലൂക്കോറിയൊക്കെ വരുന്ന കേസുകളിൽ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളപ്പോക്ക് നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വരാം. PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കാം. അതുപോലത്തെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ UTI പോലെയുള്ള മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധയൊക്കെ
ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പിന്നെ വജൈനിസ്മസ്, സെർവിസൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുന്ന ആളുകൾ, പല ആളുകളും ഈ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് അവിടെ വാഷ് ചെയ്യാൻ വൈജൈനൽ വാഷുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ആക്ച്വലി വജൈനൽ വാഷ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക? അതെ, വജൈനൽ വാഷ് നമുക്ക് കൂടുതലും ഈ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള വജൈനൽ വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പല ആളുകളും ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുന്ന വാഷുകളുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ആ ഭാഗം റബ്ബ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈനെസ് ആവുകയും കൂടുതൽ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പറയാറുള്ളത് കൂടുതലായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം എടുത്ത് അതിൽ കല്ലുപ്പിട്ടിട്ട് ആ ഭാഗം ഒന്ന് ഇടയ്ക്ക് കഴുകി കൊടുക്കുക. കൂടെ ഇപ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വജൈനൽ വാഷസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അത് നമ്മൾ ഡെയിലി ഇപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ബാത്റൂമിൽ പോകുന്നു അപ്പോഴൊന്നും യൂസ് ചെയ്യരുത്. ഡെയിലി ഒരു 1-2 പ്രാവശ്യമാണ് നമ്മൾ വജൈനൽ വാഷ് യൂസ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സുകളാണ് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വജൈനൽ വാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പിന്നെ വജൈനൽ pH-നനുസരിച്ചിട്ടുള്ള വജൈനൽ വാഷ് സെലക്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റ് പ്രോഡക്ട്സ് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വജൈനൽ ഡ്രൈനസ് വരികയും അത് സെക്ഷൽ ഹെൽത്തിനെ ഡിസ്പെർണിയ പോലെ, അതായത് പെയിൻ ഡ്യൂറിങ് സെക്സ് ഉണ്ടാവാനൊക്കെ കാരണമാണ്. പലപ്പോഴും ഇങ്ങനെ ഈ വെള്ളപ്പോക്ക് വരുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നത് വൃത്തിയില്ലാത്ത എൻ്റെ പ്രശ്നം കൊണ്ടാണ്, വൃത്തിയില്ലാത്തതാണ് വിചാരിച്ചിട്ട് കൂടുതൽ സോപ്പ് ഇട്ടിട്ട് കഴുകും, അല്ലെങ്കിൽ ഇതുപോലെ വാഷസ് യൂസ് ചെയ്തിട്ട് കഴുകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന് ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻ എടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ജനറൽ മാനേജ്മെൻറ്റ് ഇതുപോലെ വജൈനൽ വാഷ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഹൈജീനിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസസിൻ്റെ ടൈമിലാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, ആഫ്റ്റർ മെൻസസ് ആണെങ്കിലും ജെനിറ്റൽ ഹെൽത്ത് ഏറ്റവും ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്നർ വെയറുകളായിക്കോട്ടെ, അവിടെ ഉപയോഗിക്കുന്ന നാപ്കിൻസ്, മെൻസ്ട്രൽ കപ്പ്, ടാമ്പൺസ്, അതെല്ലാം ഹൈജീനിക്കായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ PID, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ അല്ലാന്നുണ്ടെങ്കിൽ സെർവിസൈറ്റിസോ വജൈനൈറ്റിസോ ഒക്കെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ജെനിറ്റൽ ഏരിയയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നർ വെയറുകൾ കഴിവതും കോട്ടനായിട്ട് ഉപയോഗിക്കുക, വെയിലത്തിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഉണങ്ങിയ വസ്ത്രം, അതെ അതെ, കൂടുതലും ഉണങ്ങിയത് യൂസ് ചെയ്യുക. കാരണം ഇച്ചിങ് കൂടുതൽ വരിക നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കൂടുതൽ വരുന്നത് നനവ് ഉള്ള ഏരിയയിലാണ്. അപ്പോൾ ഈർപ്പം നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇച്ചിങ് വരുമ്പോഴും പല പേഷ്യൻസും നല്ല ബുദ്ധിമുട്ട് പറയാറുണ്ട്. ആ ഒരു ഏരിയയിൽ ഇച്ചിങ് വരിക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഇതുപോലെ PID കൊണ്ടാവാം, അതല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കൂടുതലും നനവുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത്, വൈറ്റ് എന്നുള്ളതിന് കളർ ചേഞ്ച് ചെയ്താലും തീർച്ചയായിട്ടും അത് ചികിത്സിച്ച് തന്നെ മാറ്റേണ്ടതാണ്. അതൊരു ബ്രൗൺ കളറോ റെഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രീനിഷോ യെല്ലോയിഷോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ, പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിസിനൽ എയ്ഡ് എടുക്കുക. ഒരിക്കലും സെൽഫായിട്ട് മെഡിസിൻസ് എടുക്കാതിരിക്കുക. അതെ, എപ്പോഴും സ്ത്രീകൾ ഫസ്റ്റ് വരുമ്പോൾ അതൊക്കെ ഒരു നോർമലാണെന്ന് വിചാരിക്കും. പിന്നെ ഒരുപാട് കൂടുതലായി നല്ല ഇച്ചിങ്ങൊക്കെ വന്ന് ബാക്ക് പെയിനും അതുപോലെ അടിവയറിൻ്റെ ഭാഗത്തേക്ക് വേദനയൊക്കെ വന്നിട്ടായിരിക്കും പിന്നെ ഒന്ന് ചികിത്സ എടുക്കുക. അപ്പോഴേക്കും ഇൻഫെക്ഷനൊക്കെ നല്ല കൂടുതലാണ്, അപ്പോൾ അതൊക്കെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സെർവിസൈറ്റിസ് പോലെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ബൾക്കി സെർവിക്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ക്രോണിക്കായിട്ട് വരുന്ന കണ്ടീഷനിലൊക്കെ. അപ്പോൾ നമുക്ക് പിന്നീട് അത് പാപ്സ്മിയർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇച്ചിങ്ങുള്ള കപ്പിൾസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ അത് ഹസ്ബൻഡിന്, അതായത് വൈഫിന് ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷലി അത് ഹസ്ബൻഡിനെ തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹൈജീനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞത്. ഇനിയിപ്പോൾ മെൻസസിൻ്റെ ടൈമിൽ മാത്രമല്ല, സെക്ഷൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററും അവിടെ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപ്പുവെള്ളം കൊണ്ട് നമ്മളവിടെ വാഷ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻസ് കൊണ്ട് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അതും കൂടുതലായിട്ട് ഉപയോഗിക്കാനും പാടില്ല. നല്ല ചൂടിലും അതുപോലെ തന്നെ ഉപ്പും അധികം യൂസ് ചെയ്യാനും പറ്റില്ല, കുറച്ച് മാത്രം. അത് ഡെയിലി ഒരു പ്രാവശ്യമൊക്കെ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വജൈനൽ വാഷസ് പിന്നെ നമുക്ക് 2 times ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കൊടുക്കാറുണ്ടല്ലോ, വജൈനൽ വാഷസ് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റം വരും. പിന്നെ ഉള്ളിലോട്ട് മെഡിസിനും കൂടി എടുക്കുമ്പോൾ നല്ല വ്യത്യാസം, അതായത് ഉള്ളിൽ അതിൻ്റെ കോസ് എന്താണോ അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ പേഷ്യൻ്റ് ബെറ്റർ ആവുകയും ചെയ്യും. ഇനി കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു സിംറ്റമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതായത് യൂട്രസിലുള്ള എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ് യൂട്രസിൻ്റെ വെളിയിൽ വരുന്ന അവസ്ഥയാണ്. അതായത് ഒന്നുകിൽ യൂട്രസിലെ പുറത്ത്
ഈവൻ അത് ഓവറിയിലായിരിക്കാം, ഫെല്ലോപ്പിയൻ ട്യൂബിലായിരിക്കാം. അങ്ങനെ ഈ എൻഡോമെട്രിയം പുറത്ത് കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സിംറ്റം എന്താണെന്നുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. ഹെവി ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ പെയിൻ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിവിയർ പെയിനും ബ്ലീഡിങ്ങും കാരണം തന്നെ പേഷ്യൻ്റ് ഭയങ്കര വീക്കായിരിക്കും. സാധാരണയായിട്ട് അത്തരം ആളുകളിൽ ഒരു സെക്ഷൽ വീക്ക്നെസ് ഉണ്ടായിരിക്കും, താല്പര്യക്കുറവ് കാണിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ബോഡി ജനറലി വീക്കായിരിക്കും. ഇത്തരം ബ്ലീഡിങ് കൊണ്ട് തന്നെ അവരൊരു അവശതയിൽ എത്തിയിട്ടുണ്ട്, ഒരു മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി ഒരു കോൺടാക്റ്റിന് മുതിരാൻ തന്നെ അവർ തയ്യാറാവില്ല. ഈ പെയിൻ ഡ്യൂറിങ് സെക്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യക്കുറവും വരും. സെക്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനും അത് കാരണമാവാറുണ്ട്. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ഈ വജൈനൽ ഡ്രൈനസ് ആണ്. അതായത് ഈ ലൂബ്രിക്കേഷൻ്റെ അളവ് കുറയുന്നത് വഴി പെയിൻ ഡ്യൂറിങ് സെക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മാക്സിമം ഫോർപ്ലേൻ്റെ അളവ് അല്ലെങ്കിൽ ഫോർപ്ലേക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പിന്നീട് സെക്സിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും അതൊരു സ്മൂത്തായിട്ടുള്ള ഒരു സെക്സിലേക്ക് നയിക്കാനും അത് കാരണമാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എൻഡോമെട്രിയോസിസ് മാത്രമല്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഫീമെയിൽ കംപ്ലയിൻസിനും ജനറലി അവർക്കൊരു ബോഡി വൈസ് അവർക്കത് താല്പര്യക്കുറവ് വരുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഓർഗാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ ഈ ഒരു കാര്യങ്ങൾ ഭാര്യ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളും ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് വഴി മൂഡ് സ്വിങ്സ് വരും. ചിലപ്പോൾ ഈ ഒരു താല്പര്യക്കുറവ് പോലും ആ ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. എൻഡോമെട്രിയോസിസ് സാധാരണ എല്ലാവരും വിചാരിക്കുക ഒരു സർജറി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ DNC ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഏർലി സ്റ്റേജസിൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് എൻഡോമെട്രിയോസിസ്. നമുക്കറിയാം ഓവറിയൻ ചോക്ലേറ്റ് സിസ്റ്റ്, അതായത് ഓവറിയിൽ എൻഡോമെട്രിയോസിസ് വരുന്ന കണ്ടീഷനാണ്. നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ പെയിൻ വരുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും അത് നോർമലാണെന്ന് വിചാരിച്ച് കൊണ്ട് നടക്കും. പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് എൻഡോമെട്രിയോസിസ് ആണ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്നുള്ളത്. അപ്പോഴേക്കും സിസ്റ്റിൻ്റെ സൈസൊക്കെ കൂടി സർജറിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ സിസ്റ്റൊക്കെ നമുക്ക് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഫലപ്രദമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ സിംറ്റംസും തന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഫാറ്റി ലിവറൊക്കെ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഫൈബ്രോയിഡ് അല്ലേ. പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങളൊന്നും പേഷ്യൻസിന് ഉണ്ടാവാറില്ല. സ്ത്രീകളിൽ ലക്ഷണങ്ങൾ പൊതുവേ കുറവായിരിക്കും, എന്നാൽ ലക്ഷണങ്ങളുള്ളവരും ഉണ്ട്. പലപ്പോഴും അത് കൂടുതൽ സ്റ്റേജിലൊക്കെ എത്തുക, അതായത് കൂടുതൽ സൈസിലൊക്കെ എത്തുമ്പോഴായിരിക്കും ഇത് ഫൈബ്രോയിഡ് കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതലും ഇങ്ങനെ മുതിർന്ന ആളുകളിലാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഈ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നം കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് കൂടുതൽ ഓവർ ബ്ലീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില മാസങ്ങളിൽ ബ്ലീഡിങ് വരാത്തതായിരിക്കാം, അല്ലെങ്കിൽ പെയിൻ ആയിരിക്കാം, പീരിയഡ് സമയത്തുള്ള വേദന ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആകുമ്പോൾ എന്താ വിചാരിക്കുക, ഇത് മെൻസസ് നിൽക്കാറായിട്ടുള്ള സിംറ്റംസ് ആയിരിക്കാം, അല്ലെ ആർത്തവിരാമത്തിൻ്റെ ലക്ഷണങ്ങളാവാമെന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കില്ല. പിന്നീട് വയറിൻ്റെ സ്കാനിങ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഈ ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ് പലപ്പോഴും സിംറ്റംസ് ഇല്ലാതെയും വരാം, അതുപോലെ ഇതുപോലെ ഓവർ ബ്ലീഡിങ് പോലെയുള്ള സിംറ്റംസ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ സാധാരണ ഫൈബ്രോയിഡ് നമുക്കറിയാം ഇത് നമ്മുടെ ഗർഭപാത്രത്തിൽ വരുന്ന മുഴകളാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ആർത്തവിരാമം, അതായത് മെനോപോസൽ ഏജ് വരുന്ന സമയത്ത് നമ്മുടെ ഹോർമോണുകളൊക്കെ കുറയുന്ന ടൈമാണ്, ഈസ്ട്രോജനൊക്കെ കുറയുന്ന സമയത്ത് തന്നെ ചുരുങ്ങിപ്പോകുന്ന ഒരു മുഴയാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. പല സ്ത്രീകളും ചോദിക്കലുണ്ട്, ഡോക്ടർ ഇത് പിന്നെ ക്യാൻസർ ആവോ, ഇത് വളർന്ന് വേറെ എന്തെങ്കിലും അസുഖമാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമല്ല ഫൈബ്രോയിഡ്. ഇത് പിന്നീട് ക്യാൻസറിലോട്ട് പോകുന്നതോ അതല്ലെങ്കിൽ പിന്നീട് സൈസ് കൂടി ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല. പക്ഷേ നമ്മുടെ പീരിയഡ് സമയത്താണ് വരുന്നത്, അതായത് 45 ഏജിൽ മുകളിലുള്ള സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഫൈബ്രോയിഡ് വരുന്നതെങ്കിൽ അതിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട്, സൈസ് ചെറുതൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 1 വർഷം കൂടുമ്പോഴോ അതല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്കാൻ എടുക്കാൻ പറയാറുണ്ട്, അതിൻ്റെ സൈസ് കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ പറയാറുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മെനോപോസൽ സമയത്ത് ഹോർമോണൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ ഇത് ഫൈബ്രോയിഡ് ചുരുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 35-30 ആ ഏജിലൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പം ഈ ഒരു 40 വയസ്സ് എന്നൊക്കെ പറയുന്നത് ആർത്തവവിരാമത്തോട് അടുത്തൊരു സമയം കൂടിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈബ്രോയിഡ് ആണോ ആർത്തവവിരാമമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അത് പോകുന്നത്. അപ്പോൾ ഈ ആർത്തവിരാമ സമയത്തും ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നതിന് ശേഷം ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഇതെല്ലാം സ്ത്രീകളുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട്.
അത് പല രീതിയിലുള്ള തോട്ട് പ്രോസസ്സിലേക്ക് ഈവൻ സംടൈംസ് അത് സൂയിസൈഡൽ തോട്ട്സിലേക്കൊക്കെ വരെ സൈക്കോളജിക്കലി അത് അവർ കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നടന്ന് ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് പെയിൻ ഡ്യൂറിങ് സെക്സ് ഉണ്ടാവാറുണ്ട്, ലോ ലിബിഡോ കാണിക്കാറുണ്ട്, അതായത് താല്പര്യക്കുറവ് കാണിക്കാറുണ്ട്. ഈ മെനോപോസൽ ഏജ് എന്ന് പറയുന്നത് തന്നെ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഈസ്ട്രോജൻ്റെ അളവ് കുറയും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മൂഡ് സ്വിങ്സ് വരുന്ന സമയത്തൊക്കെ ഇവർക്ക് ലൈംഗികമായിട്ടും താല്പര്യക്കുറവ് കാണിക്കാറുണ്ട്, പെയിൻ ഡ്യൂറിങ് സെക്സ് വരാറുണ്ട്, വജൈനൽ ഡ്രൈനസ് ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോർപ്ലേ നന്നായിട്ട് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ മെനോപോസ് പറഞ്ഞപ്പോഴാണ്, മെനോപോസ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമാണ്. കാരണം പീരിയഡ്സ് നിന്ന് കഴിഞ്ഞാൽ പല ആളുകൾ വിചാരിക്കും സമാധാനമായി, പീരിയഡ്സ് നിന്നല്ലോ, ഇനിയിപ്പോൾ മാസം അതിൻ്റെ വേദന സഹിക്കണ്ട, ബ്ലീഡിങ് സഹിക്കണ്ട എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് നിന്ന് കഴിഞ്ഞാലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ. എല്ലാവരിലും വരണമെന്നില്ല, പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ, അതായത് ഈസ്ട്രോജൻ കുറയുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മളെ ബോഡിയിൽ കാണിക്കും. അത് ഹോട്ട് ഫ്ലഷസ്, അതറിയാം, നന്നായിട്ട് ചൂടും പുകച്ചിൽ, അതെ, എപ്പോഴും വിയർത്തിരിക്കുക, ഏത് എ സിയിലാണെങ്കിലും ഡോക്ടറെ വിയർത്തുകൊണ്ടിരിക്കും എന്ന് പറയാറുണ്ട് പേഷ്യൻസ്. അപ്പോൾ ആ ഒരു ഹോട്ട് ഫ്ലഷസ്, അതുപോലെ തന്നെ ഇതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് വരാം. അതുപോലെ തന്നെ അവർക്ക് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസൊക്കെ, അത് ഓസ്റ്റിയോപോറോസിസൊക്കെ, ഈ എല്ലുകൾക്കൊക്കെ പെട്ടെന്ന് തേയ്മാനം വരുന്ന ബലക്കുറവൊക്കെ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ബോഡി പെയിന് വരാം, അങ്ങനെ പല വീക്ക്നെസ്, ക്ഷീണം, അങ്ങനെയുള്ള പല കാണുമ്പോൾ ഒരു നല്ല തടിയൊക്കെ ഉള്ള ആരോഗ്യമുള്ള സ്ത്രീയായിട്ട് തോന്നിക്കുമെങ്കിലും ഉള്ളിൽ അവർക്ക് ആരോഗ്യക്കുറവ് ഉണ്ടാവും. അത് ഈ ഒരു സമയത്ത് മെനോപോസ്, അതായത് ആർത്തവിരാമ സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ചികിത്സയും ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഹോർമോൺ ഇതൊക്കെ ക്ലിയർ ആക്കാനും, ഹോർമോൺ ചേഞ്ചസിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ ഹോട്ട് ഫ്ലഷസ് പോലെയുള്ള സിംറ്റംസ് അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല മരുന്നുകളുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ നോർമലാവും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഡയറ്റിലാണ് അല്ലേ. കുറേയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഫൈബർ റിച്ച് ആയിട്ടുള്ള, അയൺ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് പീരീഡ്സിന്റെ സമയം സ്ത്രീകൾ കൂടുതലും നല്ല ഫുഡുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കും, പാലും മുട്ടയൊക്കെ ഡെയിലി കുട്ടികൾക്ക് കൊടുക്കും. ശരിക്കും ഈ ഒരു സ്ത്രീകൾ കൂടുതലും ഒരു 40 ഏജൊക്കെ കഴിഞ്ഞാൽ അവരാണ് ഡെയിലി പാലും അതുപോലെ മുട്ടയൊക്കെ എടുക്കേണ്ട ഒരു ടൈം പറയുന്നത്. കാരണം ആ ഒരു ടൈമിൽ നമ്മുടെ കാൽസ്യം, വൈറ്റമിൻസ് ഒക്കെ കുറയുന്നൊരു ടൈമാണ്. അതുപോലെ ഹോർമോണുകളൊക്കെ ചേഞ്ചസ് വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബോഡി പെയിനും അതുപോലെ തേയ്മാനം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ മറികടക്കാൻ തീർച്ചയായിട്ടും പ്രോട്ടീനും അതുപോലെ കാൽസ്യം കൂടുതലുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണം. മഗ്നീഷ്യം അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അയൺ റിച്ച് ആയിട്ടുള്ളതൊക്കെ അയൺ റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ നമുക്കറിയാം ഡേറ്റ്സ്, അതുപോലെ തന്നെ പോംഗ്രാനൈറ്റ്, അതുപോലെ അത്തിപ്പഴം നല്ലതാണ്, കറുത്ത എള്ള് നല്ലതാണ്, കറുത്ത ഉണക്കമുന്തിരി, ഇതിലൊക്കെ ഒരുപാട് അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പാല്, മുട്ട, അതുപോലെ ചിക്കന്, ഇതൊക്കെ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത്. പിന്നെ കടല, ചെറുപയർ പോലെയുള്ള, അതെ ചെറുപയർ പോലെയുള്ള പ്രോട്ടീൻസ് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ സപ്ലിമെൻറ്റ്സുകൾ എടുക്കുന്നതും നല്ലതാണ്. ഈ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള, കൂടുതൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ. അതെ, സിങ്ക് നമുക്കറിയാം കൂടുതലും ഈ മത്തങ്ങ വിത്തുകൾ, സൺഫ്ലവർ വിത്തുകളിലൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡെയിലി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കാം. അതുപോലെ തന്നെ ഫുഡിലും മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മെനോപോസൽ ഏജിൽ മാത്രമല്ല, നമുക്കൊരു 30-40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ എടുക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സുകളൊക്കെ. കാരണം ഈ ഹോർമോൺ ഇത്രയും കുറയുന്നത് കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ്, അതെ, റെഡ്യൂസ് ചെയ്യാം, അതെ ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ളതിൽ നമ്മൾ കഴിക്കുന്നതിൽ പ്രധാനമായിട്ട് ഇലക്കറികൾ, മത്തൻ്റെ ഇലയാണെങ്കിലും മുരിങ്ങേൻ്റെ ഇലയാണെങ്കിലും പയറിൻ്റെ ഇല, അത് ഇലക്കറികൾ ഏത് രൂപത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതും ശരീരത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓറഞ്ച്, മുസമ്പി, മാങ്ങ പോലുള്ളതിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. ഈവൻ ടൊമാറ്റോയിൽ പോലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക, കോഫി പോലുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, അതായത് ഇപ്പോൾ നാച്ചുറലായിട്ട് വരുന്ന ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ, ഇൻഫ്ലമേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമുക്കതറിയാം, ചെറുമത്സ്യങ്ങൾ, അതുപോലെ ഒലീവ് ഓയിൽ, അവോക്കാഡോ, ഇതിലൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതായത് നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ്. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്നത് നല്ലതാണ്. അത് മാത്രമല്ല നമ്മളെ ഷെൽഫിഷുകൾ നല്ലതല്ലേ, ചെമ്മീൻ, കക്ക പോലുള്ള ഞണ്ട് അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്ന വഴി ഒരു പരിധിവരെ മെനോപോസൽ ഏജ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയർ വേർഷനിലേക്ക് മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു മെൻസസിൻ്റെ സ്റ്റോപ്പേജ് മാത്രമാണ്, അതല്ലാതെ ഒരിക്കലും സെക്ഷൽ ലൈഫിൻ്റെ സ്റ്റോപ്പേജ് ആയിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത്. അപ്പോൾ ഭർത്താക്കന്മാരോടാണ് ഇനി പറയാനുള്ളത്, സ്ത്രീകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെ അവരെ അഫക്റ്റ് ചെയ്താലും വളരെ സിമ്പിളായിട്ട് അത് പരിഹരിക്കാവുന്നതായിട്ട് അവർക്ക് തോന്നും. കാരണം അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അപകർഷതാബോധം അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കുറവ്, അത് മറ്റൊരാൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള പല തോട്ട്സുകളെ മറികടക്കാൻ നിങ്ങളുടെ ഒരാളുടെ ഒരൊറ്റ സപ്പോർട്ട് മാത്രം മതി. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കാനും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മൾ തരുന്ന ഡയറ്റ് ചാർട്ടുകളാണെങ്കിലും എക്സസൈസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളത് ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല സെക്ഷൽ ലൈഫിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മറികടക്കാനും ഇത് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷഹന, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.